ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലേൺ ടു കോഡ് ഫ്രം സീറോ ടു ഹീറോ. Data Science Lecture 10. This lecture explains you about real-life examples of business intelligence. ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൈസ് ഒപ്റ്റിമൈസേഷൻ, ഫോർ എക്സാമ്പിൾ യൂസ്ഡ് ഇൻ ഹോട്ടൽസ്. സാധാരണ നമ്മളുടെ റിയൽ ലൈഫിൽ ഹോട്ടൽസിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടു ഡീൽ വിത്ത് ദിസ് ബിസിനസ് ഇൻ്റലിജൻസ് ഡാഷ്ബോർഡ്. Additionally, identify your inventory. Thus, it reduces cost and increase profit. മെയിൻ ആയിട്ട് പ്രൈസ് ഒപ്റ്റിമൈസേഷനും ഹോട്ടൽസിലും ഇൻവെൻട്രി മാനേജ്മെൻറ്റിലൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ വൺസ് യു പ്രിപ്പയർ ബിസിനസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ആൻഡ് ബിസിനസ് ഇൻ്റലിജൻസ് ഡാഷ്ബോർഡ് ആൻഡ് ദെൻ എക്സ്ട്രാക്ട് insights about the business, then with the information gathered you predict future. ഇങ്ങനെ ബിസിനസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടും ബിസിനസ് ഇൻ്റലിജൻസ് ഡാഷ്ബോർഡിൻ്റെയും സഹായത്താലും ആൻഡ് certain intuitions from your side you can predict your future of the regarding the business. So you deal with analysis and you start applying analytics. More precisely, it is predictive analytics. Thus, predictive analytics is divided into two. They are traditional methods, which comprises classical statistical methods for forecasting and machine learning. ഇവിടെ നമ്മൾ പറയുന്നത് ബിസിനസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെയും ബിസിനസ് ഇൻ്റലിജൻസ് ഡാഷ്ബോർഡിൻ്റെ സഹായം കൂടാതെ certain ഇൻസൈറ്റ്സ്, നമുക്ക് തന്നെ തോന്നുന്ന കുറേ കാര്യങ്ങൾ എല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യും ബിസിനസ്സിനെ കുറിച്ച്. അങ്ങനെ നമ്മൾ അനാലിസിസ് ആയിട്ട് ഡീൽ ചെയ്യുക, കൂടാതെ നമ്മൾ അനാലിറ്റിക്സിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രഡിക്റ്റീവ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. പ്രഡിക്റ്റീവ് അനാലിറ്റിക്സ് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ട്രഡീഷണൽ മെത്തേഡ്സ് വിച്ച് കംപ്രൈസസ് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ക്ലാസിക്കൽ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ ഫോർകാസ്റ്റിംഗ്. പിന്നെ മെഷീൻ ലേണിംഗും. ഇപ്പം അഡ്വാൻസ്ഡ് യുഗത്തിൽ മെഷീൻ ലേണിംഗ് ആണ് രണ്ടാമത്തത്. ഹിയർ വി ഫോക്കസ് ഓൺ traditional methods. So, what are the techniques involved when applying traditional data science models? അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷൻ ആണ് ഫസ്റ്റ് വൺ. ഇറ്റ് ഈസ് എ മോഡൽ യൂസ്ഡ് ഫോർ ക്വാണ്ടിഫൈങ് കാഷ്വൽ റിലേഷൻഷിപ്സ് among the different variables included in your analysis. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഹൗസ് പ്രൈസ് ഇൻ ഡോളേഴ്സ് ആൻഡ് ഹൗസ് സൈസ് ഇൻ സ്ക്വയർ ഫീറ്റ്. ഇവിടെ ഇപ്പം ഞാൻ 2 എഴുതിയിട്ടുള്ളൂ, അങ്ങനെ ഒരു 10 വിചാരിക്കാം മനസ്സിൽ. എവറി വാല്യൂ ഈസ് എൻ ഒബ്സർവേഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ഗ്രാഫ്. ദ ഗ്രാഫ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ഫോർമുല y equal to bx, where y is the house price, b is the coefficient of x and x is the house size. y equal to b into x. ഒരു സൈഡിൽ ഹൗസ് പ്രൈസ് ഇൻ ഡോളേഴ്സ് വെക്കുക, ഐദർ എക്സ് ആക്സിസ്, ഹൗസ് സൈസ് ഇൻ സ്ക്വയർ ഫീറ്റ് വൈ ആക്സിസ് ആയിട്ട് വെക്കുക. ഇതാണ് ഗ്രാഫ്. ഈ ഒരു ഗ്രാഫ് ഇത് എക്സ് ആക്സിസ് എന്ന് പറയും, ഇത് വൈ ആക്സിസ് എന്ന് പറയും. ഈ കുത്തനുള്ള ലൈനെയാണ് നമ്മൾ വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ഹോറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിനെ നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയും. ഈ വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈനിനെ നമ്മൾ വൈ ആക്സിസ് എന്ന് പറയും. y equal to bx ആ ഒരു ഇക്വേഷൻ ആണ്. അതുകൊണ്ട് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആണ് y equal to bx, ലീനിയർ ലൈൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ റിഗ്രഷൻ ഇതാണ്. കൂടാതെ വേറെയും കുറേ ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലോജിസ്റ്റിക് റിഗ്രഷൻ, ക്ലസ്റ്റർ അനാലിസിസ്, ക്ലസ്റ്ററിംഗ്, ഫാക്ടർ അനാലിസിസ്, ടൈം സീരീസ്. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ, ട്രഡീഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് യു എക്സ് എക്സ്പീരിയൻസ്. യു എക്സ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആസ് ദ ഹെഡ് ഓഫ് യു എക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ വെബ്സൈറ്റ് ഓഫ് സെല്ലിംഗ് ഗുഡ്സ്, യുവർ ഗോൾ ഇസ് ടു മാക്സിമൈസ് ദ യൂസർ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളൊരു യു എക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ വെബ്സൈറ്റ്, ഒരു വെബ്സൈറ്റിന്റെ യു എക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു വെബ്സൈറ്റ് എന്താ ചെയ്യുന്നത്, ഒരു ഗുഡ്സ് സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ എയിം എന്തായിരിക്കും, യൂസർ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ എയിം. അപ്പം ഇതെന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇത് കസ്റ്റമർ റവന്യൂ. ഹോറിസോണ്ടൽ ലൈൻ കസ്റ്റമർ റവന്യൂ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ.
വെർട്ടിക്കൽ ലൈൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഓരോ ഒബ്സർവേഷൻസ് ആണ്. ഈ ഒബ്സർവേഷൻസിനൊക്കെ നമ്മൾ എന്താക്കി, ക്ലസ്റ്റർ ചെയ്തു. ക്ലസ്റ്റർ ചെയ്യാൻ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ആക്കി. ഓരോ ഗ്രൂപ്പിനും ഓരോ കോണ്ടിനെന്റിന്റെ പേര് കൊടുത്തു. ഈ ഒരു ക്ലസ്റ്റർ എന്താണ്, ഏഷ്യയാണ്. ഈ ഒരു ക്ലസ്റ്റർ യൂറോപ്പാണ്. ഈ ഒരു ക്ലസ്റ്റർ ആഫ്രിക്കയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആഫ്രിക്കയിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പൊ ഈ വെബ്സൈറ്റ് ആഫ്രിക്കയിൽ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ ഈ വെബ്സൈറ്റ് ഏഷ്യയിലും യൂറോപ്പിലും തുല്യത്തിലാണ് ഉപയോഗിക്കുന്നത്. കാരണം 5 ഒബ്സർവേഷൻസ് ഉണ്ട്. ഫസ്റ്റ് യു ഷുഡ് ക്ലസ്റ്റർ ദ ഒബ്സർവേഷൻസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവേഷൻസിനെ ക്ലസ്റ്റർ ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക. ഈച്ച് ക്ലസ്റ്റർ ഇസ് ലൈക്ക് എ കോണ്ടിനെന്റ്. ഫസ്റ്റ് വൺ ഫ്രം ഏഷ്യ, സെക്കൻഡ് വൺ ഫ്രം ആഫ്രിക്ക, തേർഡ് വൺ ഫ്രം യൂറോപ്പ്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. താങ്ക് യു.